നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മൂന്നാറിൽ വീണ്ടും കടുവകളുടെ സാന്നിധ്യം. തൊഴിലാളി കടുവകളെ നേരിൽ കണ്ടത് മാട്ടുപ്പെട്ടി R&T എസ്റ്റേറ്റിൽ. വനംവകുപ്പ് നടത്തിയ പരിശോധനയിൽ കടുവകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. രാത്രികാലത്ത് ആളുകൾ പുറത്തിറങ്ങരുതെന്ന മുന്നറിയിപ്പ്. ഇടുക്കിയുടെ കുടിയേറ്റ ചരിത്രം പറയുന്ന കുടിയേറ്റ സ്മാരകത്തിന്റെയും ടൂറിസം വില്ലേജിന്റെയും ഉദ്ഘാടനം ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്തു പകരുവാൻ പുതിയ പദ്ധതികൾ പ്രയോജനപ്പെടുമെന്ന് മന്ത്രി. വിനോദസഞ്ചാര മേഖലയിൽ ഇടുക്കി വൻ കുതിച്ചുചാട്ടം നടത്തിയതായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ചിന്നക്കനാലിൽ വനംവകുപ്പ് ബോർഡ് സ്ഥാപിച്ച ഭൂമിയിൽ കുടിൽകെട്ടി സമരം നടത്തുമെന്ന ആദിവാസി സംഘടനയായ പട്ടികവർഗ ഏകോപന സമിതി. വനംവകുപ്പ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് ആദിവാസി പുനരധിവാസ പദ്ധതി പ്രകാരം വിതരണം ചെയ്യുവാൻ കണ്ടെത്തിയ ഭൂമിയിലെന്നും നേതാക്കൾ. ആദിവാസികൾക്ക് വിതരണം ചെയ്യുവാനുള്ള ഭൂമി എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യണമെന്നും ആവശ്യം. വണ്ണപ്പുറം കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ നിന്നും യുവാവ് കൊക്കയിലേക്ക് വീണു. അപകടത്തിൽപ്പെട്ടത് ചീങ്കൽ സിറ്റി കൂവപ്പുറം അറക്കത്തോട്ടത്തിൽ സാംസൺ ജോർജ്. തൊടുപുഴ ഫയർഫോഴ്സ് എത്തി യുവാവിനെ രക്ഷപ്പെടുത്തി. വിശദമായ വാർത്തകളിലേക്ക്. മൂന്നാറിൽ വീണ്ടും കടുവകളുടെ സാന്നിധ്യം. മാട്ടുപ്പെട്ടി R&T എസ്റ്റേറ്റിലാണ് തൊഴിലാളി കടുവകളെ നേരിൽ കണ്ടത്. തുടർന്ന് വനംവകുപ്പ് നടത്തിയ പരിശോധനയിൽ കടുവകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. രാത്രികാലത്ത് ആളുകൾ പുറത്തിറങ്ങരുതെന്ന വനംവകുപ്പ് മുന്നറിയിപ്പ് നൽകി. രാവിലെ ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ എസ്റ്റേറ്റ് വാച്ചർ സുരേഷ് ജനവാസ മേഖലയിലൂടെ 3 കടുവകൾ കടന്നു പോകുന്നത് നേരിൽ കണ്ടിരുന്നു. കടുവയെ കണ്ട് സുരേഷ് മാറി നിന്നു. തുടർന്ന് കടുവകൾ സമീപത്തെ കാട്ടിലേക്ക് മറഞ്ഞു. മുമ്പും മേഖലയിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടെന്ന് സുരേഷ് പറയുന്നു. அங்கேருந்து 2 டீ முடிஞ்சு வரும்போது அங்கிட்டு கைட்டு திறந்து இங்கிட்டு வரும்போது ஃபஸ்ட்டு ஒன்று வந்துருச்சு. அடுத்து 2 ரோட்டில் இருந்து தாண்டி 2 பின்னாடி வந்தது. நான் அங்கே நின்றுட்டு பார்த்துட்டு இங்கே உட்காந்துட்டு இருந்தோன்னு நான் கொஞ்சம் அங்கிட்டு தள்ளி போயிடுச்சு. அந்த உடனே 2வது நான் கொஞ்சம் அங்கிட்டு மாறின உடனே இது உள்ளே போயிடுச்சு. വിവരമറിയിച്ചതിനെ തുടർന്ന് മൂന്നാർ റേഞ്ച് ഓഫീസർ S. ബിജുവിന്റെ നേതൃത്വത്തിലുള്ള വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കാൽപ്പാടുകളിൽ നിന്ന് പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. വിവിധ വലിപ്പത്തിലുള്ള 3 കടുവകളാണെന്നും കടുവകളെ നിരീക്ഷിക്കാൻ R&Tയുടെ 2 സംഘത്തെ നിയോഗിച്ചതായും റേഞ്ച് ഓഫീസർ S. ബിജു പറഞ്ഞു. നമ്മൾ പ്രധാനമായിട്ടും പഗ്മാർക്കുകൾ കണ്ടിട്ടുണ്ട്. അപ്പം വിവിധ വലിപ്പത്തിലുള്ള പഗ്മാർക്കുകളാണ്. അതിൽ നിന്ന് നമ്മൾ 3 കടുവകൾ ഉണ്ടെന്ന് അനുമാനിക്കുന്നു. പിന്നെ ദൃക്സാക്ഷി നൽകിയ വിവരം 3 കടുവകൾ ഉണ്ടെന്നാണ്. അപ്പോൾ ഇവിടെ ഇത് വനപ്രദേശമാണ്, ഡാമിനക്കരയും വനപ്രദേശമാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു മൂവ്മെൻറ്റിലായിരിക്കും ഈ കടുവകൾ ഇവിടെ വന്ന് പെട്ടതെന്ന് നമ്മൾ അനുമാനിക്കുന്നു. സ്ഥലം മൊത്തം പരിശോധിച്ചാൽ മറ്റ് മൃഗങ്ങളുടെ കില്ലൊന്നും കാണുന്നില്ല. അതിൻ്റെ അർത്ഥം കടുവ തുടർച്ചയായിട്ട് ഇവിടെ തങ്ങാനുള്ളൊരു സാധ്യത കുറവാണ്. എന്നിരുന്നാലും ഒരു 3 ദിവസത്തേക്ക് രാത്രിയിലും ഏർലി മോർണിംഗിലും നമ്മുടെ പരിശോധനകൾ R&T സംഘം 2 യൂണിറ്റായിട്ട് ഇവിടെ ഉണ്ടാവും. തൊഴിലാളികൾക്ക് നമ്മൾ കമ്പനിയുടെ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചിരുന്നു. തൊഴിലാളികൾ ഒരു 7 മണിക്ക് ശേഷം നന്നായിട്ട് വെട്ടം വന്ന് വീണതിന് ശേഷമേ ജോലിക്ക് ഇറങ്ങാമെന്ന് നമ്മൾ കർശനമായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ രാത്രിയിലും വെറുതെ റോഡിൽ കൂടെ അലഞ്ഞു നടക്കരുതെന്നുള്ള രീതിയിലൊരു നിർദ്ദേശം അവർക്ക് കൊടുത്തിട്ടുണ്ട്. വരുന്ന 3 ദിവസത്തേക്ക് വനംവകുപ്പ് മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 7 മണിക്ക് ശേഷം പുറത്തിറങ്ങരുതെന്നും വനംവകുപ്പ് തോട്ടം തൊഴിലാളികളോട് നിർദ്ദേശിച്ചു. അതേസമയം കടുവകളെ നിരീക്ഷിക്കാൻ R&T സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇവർക്ക് സ്വയം പ്രതിരോധ മാർഗങ്ങളോ മറ്റു സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാത്ത സാഹചര്യവുമുണ്ട്. ഇടുക്കിയുടെ കുടിയേറ്റ ചരിത്രം പറയുന്ന കുടിയേറ്റ സ്മാരകത്തിന്റെയും ടൂറിസം വില്ലേജിന്റെയും ഉദ്ഘാടനം നടന്നു. സംസ്ഥാന ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി ടൂറിസം വില്ലേജിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്തു പകരുവാൻ പുതിയ പദ്ധതികൾ പ്രയോജനപ്പെടുമെന്ന് മന്ത്രി പറഞ്ഞു. 10 കോടി രൂപ അനുവദിച്ചാണ് കുടിയേറ്റ സ്മാരകത്തിന്റെയും ടൂറിസം വില്ലേജിന്റെയും നിർമ്മാണം നടത്തിയിരിക്കുന്നത്. തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ ഇടുക്കിക്ക് സമീപമാണ് ടൂറിസം വില്ലേജ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇടുക്കി പാർക്കിൽ ചേർന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്തു പകരുവാൻ പുതിയ പദ്ധതികൾ പ്രയോജനപ്പെടുമെന്ന് മന്ത്രി പറഞ്ഞു. ഫോട്ടോ ഫ്രെയിംസ് അറ്റ് 7 ലൊക്കേഷൻസ് ഇടുക്കി എന്ന പദ്ധതിയും വളരെ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഇടുക്കി. ഇപ്പോൾ ഏറ്റവും അധികം വിദേശ സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ച ജില്ലയും ഇടുക്കിയാണ്. സർവകാല റെക്കോർഡിലാണ്. ഇടുക്കിയിലെ കുടിയേറ്റ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന പദ്ധതിയാണ് മൈഗ്രേഷൻ മോണുമെന്റ്സ് ടൂറിസം വില്ലേജ് എന്ന പദ്ധതി. ഇടുക്കിയുടെ കുടിയേറ്റ ചരിത്രം കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്.
കുടിയേറ്റ കർഷകർ വിയർപ്പൊഴുക്കി പരുവപ്പെടുത്തി എടുത്തതാണ് ഇന്നത്തെ ഇടുക്കി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീർണാക്കുന്നിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻസി തോമസ്, DTPC എക്സിക്യൂട്ടീവ് മെമ്പർ CV വർഗീസ്, ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകൾ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു. വിനോദസഞ്ചാര മേഖലയിൽ ഇടുക്കി വൻ കുതിച്ചുചാട്ടം നടത്തിയതായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ടൂറിസം വില്ലേജ് കൂടി തുറന്നുകൊടുത്ത സാഹചര്യത്തിൽ കൂടുതൽ സഞ്ചാരികൾ ഇടുക്കിയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. ഇടുക്കി ഡാം, നാടുകാണി പവലിയൻ, മൂലമറ്റം എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് സഞ്ചാരികളെ ആകർഷിക്കുന്നതിനുള്ള കൂടുതൽ പദ്ധതികൾ ഒരുക്കും. ചെറുതോണിയിൽ KSRTC ഓപ്പറേഷൻ സെന്റർ ആരംഭിക്കുന്നതോടെ സഞ്ചാരികൾക്ക് ഇത് കൂടുതൽ പ്രയോജനം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. ഒരു പ്രാഥമിക പഠനത്തിൽ ശരാശരി 3000-നും 5000-നും ആൾക്കാർ ഇടുക്കിയിൽ എത്തിച്ചേർത്തക്ക വിധത്തിലാണ് ഈ പദ്ധതികളുടെ പൂർത്തീകരണത്തോടുകൂടി ഇതിൻ്റെ പ്ലാൻ മനസ്സിലാക്കാൻ കഴിയുന്ന സന്ദർഭത്തിൽ തന്നെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ മൂലമറ്റത്തുനിന്ന് നമ്മൾ എടുക്കുന്ന കേബിൾ കാർ അത് നേരെ നാടുകാണി പവലിലെത്തിയാൽ അവിടെയും ഗ്ലാസ് ബ്രിഡ്ജ് ചെയ്യുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിച്ച് ചെയ്യും. അങ്ങനെ ഒട്ടനവധിയായ കാര്യങ്ങൾ, ലേസർ ഷോ, ഇടുക്കി ഡാമുകളിലെ ലേസർ ഷോ, അതിന് വന്ന സാങ്കേതികമായിട്ട് ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് IITA ചുമതലപ്പെടുത്തി ആ മീറ്റിംഗ് അടുത്തയാഴ്ച വീണ്ടും ചേരുന്നുണ്ട്. അതുകൂടെ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് തുടങ്ങാനായിട്ട് സാധിക്കുന്ന സ്ഥിതി രൂപപ്പെട്ടു വരുന്നു. അപ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്ന ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ കഴിയത്തക്ക വിധത്തിലുള്ള ദൂരസഞ്ചാരത്തിന് അനുയോജ്യമായ വിധത്തിൽ ഒരു KSRTC ഓപ്പറേഷൻ സെൻ്റർ പോലെ ചെറുതോണിയിൽ ആരംഭിക്കുന്നു എന്നുള്ളത് ടൂറിസ്റ്റുകൾക്കും അതോടൊപ്പം ആഭ്യന്തര ടൂറിസ്റ്റുകൾക്കും ഒക്കെ ഏറെ സൗകര്യപ്രദമായ മാർഗങ്ങൾ സ്വീകരിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ കുടിയേറ്റ ചരിത്രത്തിൻ്റെ ഒരു വലിയ പശ്ചാത്തലം ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായി നേരിട്ട് മനസ്സിലാക്കാൻ പുതുതലമുറയ്ക്ക് വിജ്ഞാനപ്രദമായ രീതിയിൽ അതെല്ലാം കണ്ടു അടങ്ങാൻ സാധിക്കത്തക്ക വിധത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടം മാത്രമാണ് പൂർത്തിയാക്കുന്നത്. തുടർ നടപടികളും സ്വീകരിക്കുന്നതായിരിക്കും. ചിന്നക്കനാലിൽ വനംവകുപ്പ് ബോർഡ് സ്ഥാപിച്ച ഭൂമിയിൽ കുടിൽ കെട്ടി സമരം നടത്തുമെന്ന ആദിവാസി സംഘടനയായ പട്ടികവർഗ ഏകോപന സമിതി. വനംവകുപ്പ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് ആദിവാസി പുനരധിവാസ പദ്ധതി പ്രകാരം വിതരണം ചെയ്യുവാൻ കണ്ടെത്തിയ ഭൂമിയിലാണെന്നും നേതാക്കൾ പറഞ്ഞു. ആദിവാസികൾക്ക് വിതരണം ചെയ്യുവാനുള്ള ഭൂമി എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യണമെന്നും പട്ടികവർഗ ഏകോപന സമിതി ആവശ്യപ്പെട്ടു. 2002 ഓഗസ്റ്റിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണി സർക്കാരാണ് ചിന്നക്കനാൽ മേഖലയിൽ റവന്യൂ ഭൂമി കണ്ടെത്തിയ ആദിവാസികളെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിക്ക് രൂപം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചിന്നക്കനാലിൽ 1490 ഏക്കർ ഭൂമി സർക്കാർ കണ്ടെത്തി. ഇതിൽ 566 കുടുംബങ്ങൾക്ക് ചിന്നക്കനാൽ വിലക്ക, സൂര്യനെല്ലി, 301 പന്തടിക്കളം എന്നിവിടങ്ങളിലായി 668 ഏക്കർ വിതരണം നടത്തി. ബാക്കിയുള്ള 822 ഏക്കറിൽ ഉൾപ്പെട്ട ഭൂമി HNL കമ്പനി കൃഷിക്കായി പാട്ടത്തിനെടുത്തിരുന്നു. പാട്ടക്കാലാവധി അവസാനിച്ച ഭൂമി ആദിവാസി പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെട്ടതാണെന്നിരിക്കെയാണ് വനംവകുപ്പ് ബോർഡ് സ്ഥാപിച്ചത്. ഇതിനെതിരെയാണിപ്പോൾ ആദിവാസി സംഘടനയായ പട്ടികവർഗ ഏകോപന സമിതി രംഗത്തെത്തിയിരിക്കുന്നത്. ഭൂമിയിൽ കുടിൽ കെട്ടി വീണ്ടും സമരം ആരംഭിക്കുമെന്നും ഭൂമി വിതരണം വേഗത്തിലാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. 158 ആദിവാസികൾ ഭൂമിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോഴും കുടിയിറക്കപ്പെട്ട ഞങ്ങളെപ്പോലെയുള്ള ആദിവാസികൾ ഭൂമിക്ക് വേണ്ടി നിരവധി അപേക്ഷകളും പരാതികളും നൽകിയിരിക്കുമ്പോഴുമാണ് ഈ വനവൽക്കരണവുമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് രംഗത്ത് വന്നിട്ടുള്ളത്. ഈ റവന്യൂ ഭൂമി ആദിവാസികൾക്ക് അനുവദിച്ച റവന്യൂ ഭൂമിയിൽ കയ്യേറ്റം നടത്തി വനവൽക്കരണം നടത്താൻ ഈ ഫോറസ്റ്റ് വകുപ്പിന് റവന്യൂ വകുപ്പും ഒത്താശ ചെയ്ത ഒരു നടപടിയായിട്ടാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ ആദിവാസികൾക്ക് അനുവദിച്ച ഇനി വിതരണം നടത്താനുള്ള 822 ഏക്കർ ഭൂമിയിൽ ആദിവാസികൾ കുടിയേറ്റം നടത്തി കുടിൽ കെട്ടി സമരം നടത്താനുള്ള ഒരു തീരുമാനമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വരുന്ന 26-ാം തീയതി മുതൽ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുൻപോട്ട് പോവുകയാണ്. മുമ്പ് വിതരണം നടത്തിയ 566 പട്ടയങ്ങളിൽ 160ഓളം പേർക്ക് ഇപ്പോഴും ഭൂമി നൽകാത്ത സാഹചര്യവും ഉണ്ടെന്നും നേതാക്കൾ ആരോപിച്ചു. ഭൂരഹിതരായ 100 കണക്കിന് ആദിവാസികൾ ദുരിതമനുഭവിക്കുമ്പോൾ തങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയിൽ കടന്നുകയറി ബോർഡ് സ്ഥാപിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പട്ടികവർഗ ഏകോപന സമിതി ആവശ്യപ്പെട്ടു. വണ്ണപ്പുറം കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ നിന്നും യുവാവ് കൊക്കയിൽ വീണു. ചിങ്കിൾ സിറ്റി കുവപ്പുറം അറക്കത്തോട്ടത്തിൽ സാംസൺ ജോർജാണ് അപകടത്തിൽപ്പെട്ടത്. തൊടുപുഴ ഫയർഫോഴ്സ് എത്തി യുവാവിനെ രക്ഷപ്പെടുത്തി. പുലർച്ചെയായിരുന്നു അപകടം നടന്നത്. സുഹൃത്തുക്കൾക്കൊപ്പം കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ എത്തിയതായിരുന്നു സാംസൺ ജോർജ്. തലേദിവസം പെയ്ത കനത്ത മഴ മൂലം പാറയിൽ വഴുതൽ ഉണ്ടായിരുന്നു. ഇതാണ് അപകടത്തിന് കാരണമായതെന്നാണ് സുഹൃത്തുക്കൾ പറഞ്ഞത്.
അപകടമുണ്ടായതിനെ തുടർന്ന് കാളിയാർ പോലീസിന്റെയും തൊടുപുഴ ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ യുവാവിനെ സാഹസികമായി രക്ഷപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് മുതലക്കോടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. യുവാവിന്റെ പരിക്ക് ഗുരുതരമല്ല. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ KA ജാഫർ ഖാന്റെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സ് സംഘമാണ് യുവാവിനെ രക്ഷപ്പെടുത്തിയത്. കൂടാതെ കാളിയാർ സർക്കിൾ ഇൻസ്പെക്ടർ ഹണി എച്ച്എല്ലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. പാറയിൽ നിന്ന് തെന്നി 70 അടി താഴ്ചയിലേക്കാണ് യുവാവ് പതിച്ചത്. KK വിനോദ് ഉൾപ്പെടെയുള്ള അനശ്വര രക്തസാക്ഷികൾ നൽകിയ പോരാട്ട വീര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കരുത്തെന്ന് ഉടുമ്പൻചോല MLA MM മണി. KK വിനോദിന്റെ 24ാമത് രക്തസാക്ഷി ദിനം ഇരട്ടിയാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമ്മേളനത്തിന് മുന്നോടിയായി ഇരട്ടിയാർ ടൗണിൽ റെഡ് വോളണ്ടിയർ മാർച്ച് നടന്നു. ഉടുമ്പൻചോല MLA MM മണി രക്തസാക്ഷി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. KK വിനോദ് ആദർശധീരനും ഊർജ്ജസ്വലനുമായ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച പ്രവർത്തകനായിരുന്നുവെന്ന് MM മണി പറഞ്ഞു. കേരളത്തിൽ UDFന്റെ ഭരണകാലയളവിൽ അധികാരം ഉപയോഗിച്ച് നിരവധി CPM പ്രവർത്തകരെ കൊന്നൊടുക്കി. എന്നാൽ കോൺഗ്രസും അവർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയവും അപ്രസക്തമായെന്നും MM മണി പറഞ്ഞു. നമുക്കറിയാം, സഖാവ് വിനോദ് മാത്രമല്ല, ഈ ജില്ലയിൽ നിരവധി സഖാക്കൾ സംസ്ഥാനത്തും അഖിലേന്ത്യാ തോതിൽ എത്രമാത്രം രക്തസാക്ഷികൾ, ഉശിരന്മാരായ കമ്മ്യൂണിസ്റ്റുകാരെ ഈ രാജ്യത്തെ വർഗശത്രുക്കൾ വകവരുത്തിയിട്ടുണ്ട്, നിഷ്ഠൂരമായി കൊല ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് വിവരിക്കാൻ കഴിയില്ല. അങ്ങനെ രക്തസാക്ഷികളുടെ ചുടുരക്തം കൊടുത്ത് അവരുടെ ത്യാഗത്തിൻ്റെ പ്രത്യേകമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം എടുത്തു കാണിക്കാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഒരു വിനോദോ ഇങ്ങനെ കുറേ വിനോദുമാരെയോ കുറേ നേതാക്കന്മാരെ കശാപ്പ് ചെയ്തു എന്നതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ദുർബലപ്പെടുകയില്ല. മാർക്സിസ്റ്റ് ലെനിനിസം എന്ന് പറയുന്ന തത്വശാസ്ത്രം അജയ്യമായി ഈ രാജ്യത്ത് മുന്നേറുമെന്നും അധ്വാനിക്കുന്നവനും ഭാരം ചുമക്കുന്നവനെ അണിനിരത്തിക്കൊണ്ട് യാതന അനുഭവിക്കുന്നവനെ, അടിച്ചമർത്തൽ നേരിടുന്നവനെ അവരെ അണിനിരത്തിക്കൊണ്ട് ഉജ്ജ്വലമായ സമരവും പോരാട്ടവും നടത്തി ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസിന്റെ കൊലവിളി മുദ്രാവാക്യത്തിലൂടെ ധീരജിന്റെ കൊലപാതകം കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ആസൂത്രിതമായി നടപ്പിലാക്കിയതാണെന്ന് CV വർഗീസ് പറഞ്ഞു. പ്രിയപ്പെട്ട കോൺഗ്രസ് ഏകതന്മാരോട് പറയാം, ആ കടാര നിങ്ങളുടെ കൈവശമിരിക്കുന്നത് ഒരഹങ്കാരമായി, ഒരലങ്കാരമായി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അനശ്വരനായ രക്തസാക്ഷി സഖാവ് വിനോദിന്റെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പറയുന്നു, ആ സഖാവ് ധീരജ് കൊലപ്പെടുത്തി കത്തി കയ്യിലിരിക്കുന്ന കോൺഗ്രസ്, നീ കാലവും ചരിത്രവുമായി CPM നൽകുന്ന മറുപടിക്ക് നിനക്ക് താങ്ങാൻ കഴിയില്ല. മറുപടി പറയാൻ ആ കത്തി തിരിച്ചു മേടിക്കാനുള്ള പ്രേക്ഷ ഞങ്ങൾക്കില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ഞങ്ങൾ നിയമപരമായി ആ വിഷയത്തെ നേരിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് CPM കട്ടപ്പന ഏരിയ കമ്മിറ്റി അംഗം ജോയി ജോർജ് കുഴുകുത്തിയാനി അധ്യക്ഷനായിരുന്നു. SFI അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് K അനുശ്രീ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KS മോഹനൻ, ജില്ലാ കമ്മിറ്റി അംഗം VR സജി, കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PB ഷാജി, MC ബിജു, ടോമി ജോർജ്, ഇരട്ടിയാർ ലോക്കൽ സെക്രട്ടറി റിൻസ് ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. തൊടുപുഴയിൽ മെത്ത ഫാക്ടറിയിൽ തീപിടുത്തം. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു അപകടം. കൊലാനി മാർവൽ കമ്പനിയുടെ ഫാക്ടറിയിലാണ് തീപിടിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു തീപിടുത്തം ഉണ്ടായത്. കോലാനി മാർവൽ കമ്പനിയുടെ ഫാക്ടറിയിലാണ് തീപിടിച്ചത്. മാലിന്യം കൂട്ടിയിട്ട ഭാഗത്ത് തീ പടരുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ ഫയർഫോഴ്സിൽ വിവരമറിയിച്ചു. അതേസമയം തീയണയ്ക്കാൻ തൊടുപുഴയിൽ നിന്നും എത്തിയ ഫയർഫോഴ്സിന്റെ വാഹനം തകരാറിലായത് പ്രതിസന്ധി സൃഷ്ടിച്ചു. തുടർന്ന് കല്ലൂർക്കാട്, മൂലമറ്റം, കൂത്താട്ടുകുളം എന്നീ അഗ്നിരക്ഷാ നിലയങ്ങളിൽ നിന്നും കൂടുതൽ ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക വിലയിരുത്തലെന്ന് അധികൃതർ അറിയിച്ചു. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ ആരോഗ്യ വിഭാഗങ്ങൾ. മൂന്നാറിലേക്ക് സഞ്ചാരികൾ കൂടുതലായി എത്തുന്ന സാഹചര്യത്തിൽ ഭക്ഷണ വിൽപ്പനശാലകളിൽ ശുചിത്വവും ഭക്ഷണത്തിന്റെ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുവാനുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് നീക്കം. മൂന്നാറിലെ ഭക്ഷ്യസുരക്ഷ സംബന്ധിച്ച് ചില പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഭക്ഷ്യസുരക്ഷാ ആരോഗ്യ വിഭാഗങ്ങളുടെ ഇടപെടൽ.
മധ്യവേനൽ അവധി ആരംഭിച്ചതു മുതൽ മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ വലിയ ഒഴുക്കാണ് അനുഭവപ്പെടുന്നത്. ഇക്കാരണം കൊണ്ട് തന്നെ ചെറുകിട ഭക്ഷണ വിൽപ്പനശാലകളിൽ മുതൽ വൻകിട ഹോട്ടലുകളിൽ വരെ സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. വഴിയോരങ്ങളിലടക്കം ലഘുഭക്ഷണശാലകളുടെ എണ്ണവും വലിയ തോതിൽ വർദ്ധിച്ചു. ഈ സാഹചര്യത്തിലാണ് മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷ ആരോഗ്യ വിഭാഗങ്ങൾ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. നമ്മുടെ ഇവിടുത്തെ എല്ലാ കടകളിലും ഫുഡ് സേഫ്റ്റിയുടെയും നമ്മുടെ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷന്മാരുടെയും പരിശോധന ശക്തമായി നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ മൂന്നാർ മേഖലയിൽ വരുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നത് പുറത്തുനിന്ന് പറയുമ്പോൾ മൂന്നാറിൽ വന്നു ഭക്ഷ്യവിഷാദം ഏറ്റുന്നതാണെങ്കിൽ പോലും ഇത് ഏത് ഏരിയ ആണെന്നൊക്കെ പറയാനായിട്ട്, അതായത് വട്ടവട, ചിന്നക്കനാൽ, സനന്തറ, അങ്ങ് മറയൂർ വരെയുള്ള ഏത് ഏരിയയിലാണെങ്കിലും പോയിട്ട് നല്ല ആൾക്കാർ പറയുന്നത് മൂന്നാർ പോയി അവിടുന്ന് കഴിച്ചു എന്നുള്ള രീതിയിലാണ്. അപ്പം ഈ പോകുന്ന വഴികളിലെല്ലാം വഴി സൈഡിലും നിർത്തി വെച്ചിട്ടുള്ള ഈ ചെറിയ ചെറിയ കടകളിൽ നിന്നുള്ള ക്യാൻഡ് ഫുഡ്സ് അതേപോലെ ബാക്കി ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏത് മൂലമാണ് ഈ ഒരു ഫുഡ് പോയ്സൺ ഉണ്ടായിട്ടുള്ളതെന്നുള്ളത് ഒരു ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കേണ്ടിയിരിക്കുന്നുണ്ട്. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഭക്ഷണ വിൽപ്പനശാലകളിൽ ശുചിത്വവും ഭക്ഷണത്തിന്റെ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുവാനുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് നീക്കം. മൂന്നാറിലെ ഭക്ഷ്യസുരക്ഷ സംബന്ധിച്ച് ചില പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഭക്ഷ്യസുരക്ഷ ആരോഗ്യ വിഭാഗങ്ങളുടെ ഇടപെടലെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേകം ഈ ഒരു സീസണിൽ നമ്മൾ പരിശോധന നടത്തുന്നുണ്ട്. തട്ടുകടകൾ, അതുപോലെ സ്ട്രീറ്റ് വെൻഡേഴ്സ്, കൂടാതെ ഹോട്ടലുകൾ, ഇവ കേന്ദ്രീകരിച്ച് തുടർന്ന് പരിശോധനകൾ നടത്തി വരും. ഒന്നെന്ന് പറയുന്നത്, നമ്മൾ വിനോദസഞ്ചാരികൾ പ്രത്യേകിച്ച് ലോ റേഞ്ചിൽ നിന്ന് ഹൈ റേഞ്ചിലോട്ട് നമ്മൾ കയറി വരുമ്പോഴേക്കും നമ്മൾ മിതമായ ഒരു ഭക്ഷണ രീതി നമ്മൾ അവലംബിക്കണം. രണ്ട്, നമ്മൾ ഒരു കഴിക്കാൻ ഒരു ഹോട്ടലോ അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റോ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴേക്കും അത് FSS നിഷ്കർഷിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് തന്നെയാണ് പ്രവർത്തിച്ചു വരുന്നത്. അത്തരം സ്ഥാപനങ്ങളിൽ നിന്നും മാത്രം ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കണം. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ശുചിത്വ മാനദണ്ഡങ്ങൾ നമ്മൾ ആ ഹോട്ടലിൽ നോക്കി അത് മതിയായതാണെന്നുണ്ടെങ്കിൽ മാത്രം അത്തരം ഹോട്ടലിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുക. ഭക്ഷണ വിൽപ്പനശാലകളുടെ പരിസര ശുചിത്വവും ഭക്ഷണ പദാർത്ഥങ്ങൾ സൂക്ഷിക്കുന്നതിന്റെയും പാചകം ചെയ്യുന്നതിന്റെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടതായുണ്ട്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഹോട്ടലുകളും വഴിയോര ഭക്ഷണ വിൽപ്പനശാലകളും പ്രവർത്തിക്കുന്നില്ലെന്ന് പരിശോധനയിലൂടെ ഉറപ്പുവരുത്തേണ്ടതായുണ്ട്. ഹോട്ടലുകളിലും വഴിയോര വിൽപ്പന കേന്ദ്രങ്ങളിലും തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ ശുചിത്വവും പരിശോധനയ്ക്ക് വിധേയമാക്കും. ആരോഗ്യവകുപ്പ് നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചാണ് മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ഭക്ഷണ വിൽപ്പന നടക്കുന്നതെന്ന് ഉറപ്പുവരുത്താനാണ് ഭക്ഷ്യസുരക്ഷ ആരോഗ്യവകുപ്പുകൾ തയ്യാറെടുക്കുന്നത്. വിനോദസഞ്ചാര സാധ്യത മുമ്പിൽ കണ്ട് ഏറെ പ്രതീക്ഷയോടെ തുടക്കം കുറിച്ച കല്ലാർകുട്ടി അണക്കെട്ടിലെ ബോട്ടിംഗ് സെന്ററിന്റെ പ്രവർത്തനം നിലച്ചിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിൽ സഞ്ചാരികൾ എത്തിയിരുന്നെങ്കിലും പിന്നീട് പ്രവർത്തനം താളം തെറ്റുകയായിരുന്നു. കല്ലാർകുട്ടിയുടെ ടൂറിസം വികസനത്തിന് കരുത്താകുമെന്ന് കരുതിയിരുന്ന പദ്ധതിയാണ് പൂർണ്ണമായി ഇല്ലാതായത്. 2019 കല്ലാർകുട്ടി അണക്കെട്ടിൽ ബോട്ടിംഗ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. KSEB, ഹൈഡൽ ടൂറിസവും മുതിരപ്പുഴ ടൂറിസം സൊസൈറ്റിയും സഹകരിച്ചായിരുന്നു പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അണക്കെട്ടിൽ ബോട്ടിംഗ് ആരംഭിച്ചത് കല്ലാർകുട്ടിയുടെ ടൂറിസം വികസനത്തിന് കരുത്താകുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ ഏറെ പ്രതീക്ഷയോടെ തുടക്കം കുറിച്ച പദ്ധതി പതിയെ ഇല്ലാതായി. പിന്നീട് പൂർണ്ണമായി നിലച്ചു. സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിൽ സഞ്ചാരികൾ എത്തിയിരുന്നെങ്കിലും പിന്നീട് പ്രവർത്തനം താളം തെറ്റുകയായിരുന്നു. കല്ലാർകുട്ടിയുടെ വികസനത്തിന് കരുത്താകേണ്ടിയിരുന്ന പദ്ധതിയാണ് പലവിധ കാരണങ്ങൾ കൊണ്ട് പൂർണ്ണമായി ഇല്ലാതായതെന്ന് നാട്ടുകാർ പറയുന്നു. ഇടുക്കി ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ ടൂറിസവുമായി ബന്ധപ്പെട്ട സഞ്ചാരികളുടെ കുത്തൊഴുക്കാണ്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് കല്ലാർകുട്ടി ഡാമിൽ ബോട്ടിംഗ് ആരംഭിച്ച് ആരംഭവും അവസാനവും ഒരുപോലായിരുന്നു. ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഒന്നും അല്ലാതാക്കി കളഞ്ഞു. വെള്ളത്തൂവൽ, തോട്ടാപ്പുര, ചെല്ലിയാമ്പാറ, കല്ലാർകുട്ടി ഉൾപ്പെടെയുള്ളവർ നിരവധി കാഴ്ചകളുണ്ട്. പവർ ഹൗസുകളുടെ നാടാണ് വെള്ളത്തൂവൽ. അതുപോലെ തോട്ടാപ്പുരയിൽ വലിയൊരു തുറങ്കമുണ്ട്. കല്ലാർകുട്ടി പ്രകൃതി രമണീയമായ ഈ ഡാമിലെ ബോട്ടിംഗ് സർവീസ് ആരംഭിച്ചു കഴിഞ്ഞാൽ സഞ്ചാരികളുടെ കുത്തൊഴുക്ക് ഇങ്ങോട്ട് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിനുവേണ്ട നടപടികൾ ടൂറിസം വകുപ്പ് ഏറ്റെടുത്ത് നടപ്പിലാക്കും. പദ്ധതി നിലയ്ക്കാൻ വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഏറെ പ്രതീക്ഷയോടെ തുടങ്ങിയ പദ്ധതി പൂർണ്ണമായി നിലച്ചതിൽ പ്രദേശവാസികൾക്കും നിരാശയുണ്ട്. പദ്ധതി പാളാനുണ്ടായ സാഹചര്യം വിലയിരുത്തി പദ്ധതി പുനരുജ്ജീവിപ്പിക്കാനുള്ള ഇടപെടലെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. തൊടുപുഴ കോലാനിയിൽ തെങ്ങിൽ കുടുങ്ങിയ വൃദ്ധനെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. കോലാനി സ്വദേശിയായ ഒറ്റക്കുഴിയിൽ ജോസഫാണ് തെങ്ങിൽ കുടുങ്ങിയത്. ശാരീരിക അസ്വസ്ഥതകൾ മൂലമാണ് തെങ്ങിൽ നിന്നും ഇറങ്ങാൻ ബുദ്ധിമുട്ട് നേരിട്ടതെന്ന് ജോസഫ് പറഞ്ഞു.
കോലാണി സ്വദേശിയായ ഒറ്റക്കുഴിയിൽ ജോസഫാണ് കോലാണി കുഞ്ചിറക്കാട്ട് ചാക്കോയുടെ തെങ്ങിൽ കയറി കുടുങ്ങിയത്. വീഴാതിരിക്കാനായി കൈകൾ തോർത്തുപയോഗിച്ച് സ്വയം ബന്ധിപ്പിക്കുകയും തുടർന്ന് ബഹളം വെച്ച് വീട്ടുകാരെ വിവരമറിയിക്കുകയുമായിരുന്നു. വിവരമറിഞ്ഞ വീട്ടുകാർ സംഭവം അഗ്നിരക്ഷാസേനയെ അറിയിച്ചു. ഉടൻ തന്നെ തൊടുപുഴയിൽ നിന്നും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ KA ജാഫർ ഖാന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി ജോസഫിനെ സുരക്ഷിതമായി താഴെ ഇറക്കി. ശാരീരിക അസ്വസ്ഥതകൾ മൂലമാണ് തെങ്ങിൽ നിന്നും ഇറങ്ങാൻ ബുദ്ധിമുട്ട് നേരിട്ടതെന്ന് ജോസഫ് പറഞ്ഞു. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന രാപ്പകൽ സമരയാത്രയുടെ വിജയത്തിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. ജില്ലയിലെത്തുന്ന ജാഥയ്ക്ക് സ്വീകരണവും നൽകും. 18 വർഷമായി കേരളത്തിന്റെ ആതുര സേവന രംഗത്ത് അടിസ്ഥാന പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ആശാപ്രവർത്തകർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരരംഗത്ത് തുടരുകയാണ്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാവർക്കർമാരുടെ രാപ്പകൽ സമരയാത്ര നടക്കുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന സമരയാത്ര മെയ് 29, 30, 31 തീയതികളിൽ ഇടുക്കി ജില്ലയിൽ പര്യടനം നടത്തും. പരിപാടിയുടെ വിജയത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് സ്വാഗത സംഘം രൂപീകരിച്ചത്. 34 ആശാവർക്കർമാരുടെയും പല മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്ന ഒരു ശാരീരിക പരിചയമാനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഒന്നുകൊണ്ട് പല ആൾക്കാരെന്നെ വിളിച്ച് ചോദിച്ച ആൾക്കാർ ഇങ്ങനത്തെ മീറ്റിംഗിൽ ഇവിടെ പങ്കെടുത്താൽ ഈ രാപ്പകൽ സമരയാത്രയിൽ പോയിരുന്നാൽ കേട്ടാൽ പിറ്റേ ദിവസം ചെല്ലും ഞങ്ങൾക്ക് പണിയാണോന്നൊരു പേടിയും കിട്ടും. നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന ജോലിക്കാർ തന്നെ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയ ബേസായ ഒരു സംഘടനയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ആൾക്കാർ കണക്ക് കൂട്ടുന്നതെന്നാണ് എന്നോട് ആദ്യം തന്നെ. ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്, നമ്മുടെ നാട്ടിലുള്ള ആളുടെ ആശയം. ഞാൻ ആദ്യം തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു ഇവർക്കൊരു കോർഡിനേഷൻ ഉണ്ടാക്കുക, ഇവർക്ക് ഉത്തരവാദിത്തമായ കാര്യങ്ങൾ അവരുടെ അവകാശ സമരങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ഒന്നിച്ചു നിൽക്കുന്ന ഒരു വേദി ഒരുക്കുക എന്നുള്ളതിനപ്പുറത്ത് മറ്റ് രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളൊന്നുമില്ല എന്നാണ് അവർ സൂചിപ്പിച്ചത്. 30-ാം തീയതി വൈകുന്നേരം കട്ടപ്പനയിൽ സമരയാത്ര എത്തിച്ചേരും. യാത്രയ്ക്ക് സ്വീകരണം നൽകുന്നതിന് മുന്നോടിയായി നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് മുരളിയെ ചെയർമാനായും നഗരസഭാ കൗൺസിലർ പ്രശാന്ത് രാജുവിനെ വൈസ് ചെയർമാനുമായുള്ള 20-അംഗ കമ്മിറ്റിയും തിരഞ്ഞെടുത്തു. സ്വാഗത സംഘ രൂപീകരണ യോഗം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് മുരളി ഉദ്ഘാടനം ചെയ്തു. MN രാജശേഖരൻ അധ്യക്ഷനായിരുന്നു. നഗരസഭാ കൗൺസിലർ പ്രശാന്ത് രാജു മുഖ്യപ്രഭാഷണം നടത്തി. തങ്കമ്മ കമലാസനൻ, സജിത K ബാബു, ജയശ്രീ, MN അനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കട്ടപ്പന വള്ളക്കടവ് കരിമ്പാനിപ്പടി റോഡിൽ മാലിന്യ നിക്ഷേപം വ്യാപകമാകുന്നതായി പരാതി. ഇരുട്ടിന്റെ മറവിൽ ആളനക്കമില്ലാത്ത സ്ഥലം കേന്ദ്രീകരിച്ചാണ് മാലിന്യ നിക്ഷേപം നടക്കുന്നത്. കട്ടപ്പന ആനവിലാസം റൂട്ടിൽ ആളുകൾ ബൈപ്പാസായി ഉപയോഗിക്കുന്ന പാതയാണ് കരിമ്പാനിപ്പടി റോഡ്. ഈ പാതയോരത്താണ് മാലിന്യ നിക്ഷേപം തകൃതിയാകുന്നത്. ആളനക്കമില്ലാത്ത സ്ഥലങ്ങളിൽ രാത്രിയുടെ മറവ് പറ്റിയാണ് സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളിയിരിക്കുന്നത്. ഇതോടെ മേഖലയിലുള്ളവർ വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത്. ഇവിടെ ഒത്തിരി ആൾക്കാർ ഇതിനകത്ത് ആൾക്കാരും എല്ലാം സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. ഇതിൻ്റെ അപ്പുറം നമ്മുടെ ചേട്ടച്ചാണ് സംസാരിക്കുന്നത്. ഇവിടെ എല്ലാ ദിവസവും കൊണ്ട് ഈ വേസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിനകത്ത് എല്ലാ ദിവസവും ഈ സാധനവും ഭാര്യ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇന്ന് കൊണ്ട് ഇട്ടിരിക്കുന്ന വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആൾക്കാർക്ക് നടക്കാൻ പോലും പറ്റത്തില്ല. അതുപോലെ അവസ്ഥയിലാണ് ഇട്ടിരിക്കുന്നത്. എന്നെ ചെയ്യുന്നത് ഈ അധികാരികൾ ഒന്ന് ചെയ്തു കൊടുക്കണം. അല്ലാതെ തന്നെ പറയുന്നത് എല്ലാ ദിവസവും ഇത് ക്യാമറ ഒന്നുമില്ല ഇവിടെ. പക്ഷേ ഇതിനകത്ത് 2-3 ബില്ലൊക്കെ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഇവർക്ക് കൈമാറിയിട്ടുണ്ട്. കുട്ടികളുടെ നാപ്കിൻസ് അടക്കമുള്ളവ പാതയോരത്ത് കിടക്കുന്നതോടെ ദുർഗന്ധവും വമിക്കുകയാണ്. ഇതിനോടൊപ്പം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വൻതോതിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. മാലിന്യങ്ങളിൽ നിന്നും ഏതാനും ആളുകളുടെ വിലാസമടങ്ങിയ പേപ്പർ കഷ്ണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇവ കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗത്തിൽ ഏൽപ്പിച്ചു. പാതയോരങ്ങളിലും മറ്റുമായി മാലിന്യ നിക്ഷേപം നടത്തുന്നവരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നുവരുന്നത്. അന്തരിച്ച മാധ്യമ പ്രവർത്തകൻ UH സിദ്ദിഖിന്റെ 3ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ HPCയിൽ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശത്തു നിന്നും നിരവധി ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുത്തു. മാധ്യമപ്രവർത്തന രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയായിരുന്നു അകാലത്തിൽ അന്തരിച്ച UH സിദ്ദിഖ്. സുപ്രഭാതം സബ് എഡിറ്ററായിരുന്ന സമയത്താണ് ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ ഓർമ്മ പുതുക്കി ജന്മനാടായ വണ്ടിപ്പെരിയാർ വള്ളക്കടവ് HPC പ്രദേശത്ത് വിവിധ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. ഇതിന്റെ ഭാഗമായാണ് UH സിദ്ദിഖിന്റെ 3ാം ചരമവാർഷിക അനുസ്മരണത്തിന്റെ ഭാഗമായി ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. സഹപാഠികളുടെയും സുഹൃത്തുക്കളുടെയും നേതൃത്വത്തിലായിരുന്നു ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശത്തു നിന്നും നിരവധിയായ ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുത്തു. വൈസ്മെൻസ് ക്ലബ്ബ് ഓഫ് കമ്പളികണ്ടം സ്പൈസസും വൈസ്മെൻസ് ക്ലബ്ബ് ഓഫ് വെസ്റ്റ് ചെസ്റ്റർ ന്യൂയോർക്കും സംയുക്തമായി കൊന്നത്തടി പഞ്ചായത്തിലെ പുല്ലുകണ്ടത്ത് നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ താക്കോൽദാനം നടന്നു. വൈസ്മെൻസ് ക്ലബ്ബ് ഓഫ് US ഏരിയ പ്രസിഡന്റ് ജോസഫ് കാഞ്ഞമല താക്കോൽദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൊന്നത്തടി പഞ്ചായത്തിലെ പുല്ലുകണ്ടം സ്വദേശിയായ കൈപ്പനാൽ സാബുവിന്റെ കുടുംബത്തിനാണ് വൈസ്മെൻസ് ക്ലബ്ബ് ഓഫ് കമ്പളികണ്ടം സ്പൈസസും വൈസ്മെൻസ് ക്ലബ്ബ് ഓഫ് വെസ്റ്റ് ചെസ്റ്റർ ന്യൂയോർക്കും ചേർന്ന് വീട് നിർമ്മിച്ചു നൽകിയത്. സ്വന്തമായി ഭവനമില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാബുവിന് ആശ്വാസമാകുക എന്ന ലക്ഷ്യത്തോടെയാണ് വൈസ്മെൻസ് ക്ലബ്ബ്
വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരി 10 ജലവിഭവ വകുപ്പ് മന്ത്രി ഋഷി അഗസ്റ്റിനാണ് വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നടത്തിയത്. 3 മാസം കൊണ്ട് വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. വൈസ്മെൻസ് ക്ലബ് ഓഫ് US ഏരിയ പ്രസിഡന്റ് ജോസഫ് കാഞ്ഞമല താക്കോൽദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 80-ലധികം രാജ്യങ്ങളിൽ 25,000-ത്തിലധികം മെമ്പർമാർ വർക്ക് ചെയ്യുന്ന ഒരു ചാരിറ്റബിൾ സംഘടനയാണ്. അമേരിക്കയിൽ 103 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായ പ്രസ്ഥാനം ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുകയാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള നല്ല നല്ല ചാരിറ്റി പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് മെമ്പേഴ്സിൽ നിന്ന് തന്നെ പൈസ എടുത്തുകൊണ്ട് ഇത്രയും നല്ല ചാരിറ്റി പ്രവർത്തനങ്ങൾ മനുഷ്യർക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. 13 ലക്ഷം രൂപയാണ് വീടിനായി ചിലവായത്. വൈസ്മെൻസ് ക്ലബ് കമ്പിളികണ്ടം പ്രസിഡന്റ് ബിജു കുര്യാക്കോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ വൈസ്മെൻസ് ഇന്ത്യ ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബു ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. വീടിന്റെ നിർമ്മാണം 3 മാസം കൊണ്ട് പൂർത്തീകരിച്ച കോൺട്രാക്ടർ ദാസ് താന്നിക്കലിനെ ചടങ്ങിൽ ആദരിച്ചു. വൈസ്മെൻസ് ഡിസ്ട്രിക്ട് ഗവർണർ മിൽസൺ ജോർജ്, ഹൗസിംഗ് ബോർഡ് മെമ്പർ ഷാജി കാഞ്ഞമല, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി കുര്യാച്ചൻ, ഗ്രാമപഞ്ചായത്ത് അംഗം റാണി പോൾസൺ, പാറത്തോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് MN വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ആശ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ അഫി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ ചലന സഹായ വിതരണം നടത്തി. പീരുമേട് MLA വാഴൂർ സോമൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ വിവിധ പ്രദേശത്തു നിന്നുള്ള 200ഓളം ആളുകൾക്കാണ് ചലന സഹായ ഉപകരണങ്ങൾ നൽകിയത്. ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അഫി ട്രസ്റ്റ് കേരള ഘടകത്തിന്റെ നേതൃത്വത്തിലാണ് ചലന സഹായ ഉപകരണങ്ങളുടെ വിതരണം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ 4 വർഷമായി ഇടുക്കിയിൽ പ്രവർത്തിക്കുന്ന ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ 4ാം തവണയാണ് ചലന സഹായ ഉപകരണങ്ങൾ കൈമാറിയത്. ആശ ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ അഡ്വക്കേറ്റ് മണികണ്ഠൻ ലക്ഷ്മണന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ. വണ്ടിപ്പെരിയാർ വാളാടി CSI ദേവാലയ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R സിൽവത്തായി പരിപാടിയിൽ അധ്യക്ഷയായിരുന്നു. പീരുമേട് MLA വാഴൂർ സോമൻ ഉദ്ഘാടനം ചെയ്തു. അഫി ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ അഡ്വക്കേറ്റ് മണികണ്ഠൻ ലക്ഷ്മണൻ പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം SP രാജേന്ദ്രൻ, വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R ശ്രീരാമൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KD അജിത്, ഇടവക വികാരി റവറൻ ജോൺ വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള 200ഓളം ആളുകൾക്കാണ് ഇത്തവണ ഉപകരണങ്ങൾ കൈമാറിയത്. കുഴിത്തുളു ദീപ ഹൈസ്കൂളിലെ 1991 SSLC ബാച്ചിന്റെ സംഗമം സംഘടിപ്പിച്ചു. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി ഉദ്ഘാടനം ചെയ്തു. ഋതം 91 എന്ന പേരിലാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത്. ഗ്രൂപ്പ് സെക്രട്ടറി പ്രവീൺ കുമാർ KS പ്രവർത്തന റിപ്പോർട്ടും ഖജാൻജി ബീന PM കണക്കും അവതരിപ്പിച്ചു. ഗ്രൂപ്പ് പ്രസിഡന്റ് മോൻസി ജോസഫ് അധ്യക്ഷനായിരുന്നു. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി ഉദ്ഘാടനം ചെയ്തു. ഒരു സ്കൂൾ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും തിരികെ കിട്ടുന്നതല്ല. സ്കൂൾ കോളേജ് ജീവിതങ്ങളൊക്കെ ഒരുപാട് നമുക്ക് പുറകോട്ട് ചിന്തിക്കുമ്പോൾ ഒരുപാട് സന്തോഷങ്ങളും ദുഃഖവും തോന്നും. അതുപോലെ ഒരു ജീവിതം കിട്ടുവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ എല്ലാവരും ജീവിതത്തിൻ്റെ പാതകളിൽ മക്കളെ പഠിപ്പിച്ച് വലുതാക്കുക, ജീവിതത്തിൻ്റെ ഓരോ പ്രാരംഭ ഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ നമ്മുടെ യൗവനങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുന്നു. അന്ന് മുമ്പേ മോൻസി പറഞ്ഞതുപോലെ ഒരു കുടക്കീഴിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ചോറ് കൊണ്ടുവരുമ്പോൾ ചോറ്, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് 6 ചോറ് പാത്രത്തിൽ കറി വെപ്പിക്കത്തില്ലായിരുന്നു. എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കുന്ന ഒരു ശീലം, അതൊക്കെ ഒരു കൂട്ടം അവിടെ ജാതിയോ മതമോ അല്ലെങ്കിൽ വർഗമോ വർണ്ണങ്ങളോ അല്ലെങ്കിൽ സമ്പത്തുള്ളവനോ സമ്പത്തില്ലാത്ത ആളെന്നോ ഒരു വേദവ്യത്യാസമില്ലാതെ ഒരു കൂട്ടായ്മയോട് ഒരു കുടക്കീഴിൽ തോളിൽ കൈവിട്ടുകൊണ്ടുള്ള ജീവിതം. ആ ജീവിതമൊക്കെ കടന്ന് ഇതിപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ പല ഘട്ടങ്ങളിലേക്ക് മാറും, പല ജീവിത ഭാരങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഗുരുക്കന്മാർക്കൊപ്പം ഇരുന്നുകൊണ്ടൊരു വേദി നമുക്ക് ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വളരെ ഒരു സന്തോഷകരമാണ്. ദീപ ഹൈസ്കൂൾ മാനേജർ ഫാദർ ജോർജ് കപ്പിയാങ്കൽ ജൂബിലി സന്ദേശം നൽകി. റിട്ടയർഡ് അധ്യാപകൻ അവിര ഉലഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രൂപ്പ് രക്ഷാധികാരി ഷൈജൻ ജോർജ്, ഗ്രൂപ്പ് സെക്രട്ടറി ലെൻസി ജേക്കബ്, ഗ്രൂപ്പ് കമ്മിറ്റി അംഗം അനിത ഷാജി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. വാഗമൺ എന്നോർക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മൊട്ടക്കുന്നുകളാണ്.
വേനലവധിക്കാലത്ത് സഞ്ചാരികളാൽ നിറഞ്ഞിരിക്കുകയാണ് വാഗമൺ മൊട്ടക്കുന്നുകൾ. ആ കാഴ്ചകളിലേക്ക്. ചെത്തിയൊരുക്കിയ പാറക്കെട്ടുകളുടെ ഓരം ചേർന്ന് വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന വാഗമണ്ണിലേക്കുള്ള റോഡ് തന്നെ സഞ്ചാരികളുടെ മനം മയക്കുന്നതാണ്. യാത്രകളെ സ്നേഹിക്കുന്ന ഏതൊരാളുടെയും ഇഷ്ടകേന്ദ്രമാണ് വാഗമൺ. തേയിലച്ചെരുവുകളും പൈൻമരക്കാടുകളും അഡ്വഞ്ചർ പാർക്കുമൊക്കെ ഉണ്ടെങ്കിലും വാഗമണിലെ ഏറ്റവും പ്രധാന ആകർഷണം മൊട്ടക്കുന്നുകളാണ്. நாங்கள் தேனி டிஸ்ட்ரிக்ட்லேருந்து வர்றோம். இன்றைக்கி வாகமலை இந்த ஏரியா ஃபுல்லாக நல்லா சுற்றி பார்த்தோம். கிளைமேட் அருமையான கிளைமேட்டு. நார்மலாக அங்கே ஃபேன் இல்லாமல் ஏசி இல்லாமல் கூட இருக்க முடியாது. ஆனால் இங்கே குளிருது. காலையில் நாங்கள் நியர் அபவுட் 6 o'clock இங்கே வந்து ரீச் ஆகிட்டோம். பயங்கரமான குளிராக இருந்துச்சு. மேகமெல்லாம் ரொம்ப பக்கத்தில் வந்துச்சு. ரொம்ப ஒரு ரம்மியமான ஒரு அனுபவம்னு சொல்லலாம். ரொம்ப நல்லா இருந்துச்சு இந்த கிளைமேட்டு. இப்போ இங்கே போட்டிங் எல்லாமே இருக்குன்னு நாங்கள் இன்னும் போகலை. இப்போ வந்து உட்காந்துருக்குறோம். இனிமேல் போட்டிங்கெல்லாம் போக போகிறோம். നമ്മൾ കേട്ടറിഞ്ഞ് വന്നാണ്. നല്ല രസമുണ്ട്. എല്ലാവരും ഒത്തിരി ടൂറിസ്റ്റ് ഈ സമയത്ത് വന്നിട്ടുണ്ട്. നല്ല ഒരു തിരക്കുണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ജീവിതത്തിന്റെ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ നിന്ന് ഒന്ന് ഓടി ഒളിച്ച് പ്രകൃതിയുടെ നെറുകയിലേക്ക് നടന്നു കയറാനൊരിടം. തണുത്ത കാറ്റിന്റെ തലോടലേറ്റ തഴുകിയിറങ്ങുന്ന കോടമഞ്ഞ് ആസ്വദിച്ച എത്ര നേരം വേണമെങ്കിലും ഈ മൊട്ടക്കുന്നുകളിൽ അലസ്വമരിക്കാം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കാർഡമം ഗ്രോവേഴ്സ് ഫോർ എവർ ഏലക്കാലയിലെ വിവരം. ആകലോട്ട 69, വിൽപ്പനയ്ക്ക് വന്നത് 10,849, വിൽപ്പന നടന്നത് 8,744, കൂടിയ വില 2,784, ശരാശരി വില 2,256. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 685 രൂപ, ഏലം കൂടിയ വില 2,200, ഏലം ശരാശരി വില 2,000. കാപ്പിപ്പരിപ്പ് 430, ഗ്രാമ്പു 780, കൊക്കോ 80, റബ്ബർ 185. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 8,720 രൂപ, വെള്ളി 108. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മൂന്നാറിൽ വീണ്ടും കടുവകളുടെ സാന്നിധ്യം. തൊഴിലാളി കടുവകളെ നേരിൽ കണ്ടത് മാട്ടുപ്പെട്ടി R&T എസ്റ്റേറ്റിൽ. വനംവകുപ്പ് നടത്തിയ പരിശോധനയിൽ കടുവകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. രാത്രികാലത്ത് ആളുകൾ പുറത്തിറങ്ങരുതെന്ന മുന്നറിയിപ്പ്. ഇടുക്കിയുടെ കുടിയേറ്റ ചരിത്രം പറയുന്ന കുടിയേറ്റ സ്മാരകത്തിന്റെയും ടൂറിസം വില്ലേജിന്റെയും ഉദ്ഘാടനം ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്തു പകരുവാൻ പുതിയ പദ്ധതികൾ പ്രയോജനപ്പെടുമെന്ന് മന്ത്രി. വിനോദസഞ്ചാര മേഖലയിൽ ഇടുക്കി വൻ കുതിച്ചുചാട്ടം നടത്തിയതായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ചിന്നക്കനാലിൽ വനംവകുപ്പ് ബോർഡ് സ്ഥാപിച്ച ഭൂമിയിൽ കുടിൽക്കെട്ടി സമരം നടത്തുമെന്ന ആദിവാസി സംഘടനയായ പട്ടികവർഗ ഏകോപന സമിതി. വനംവകുപ്പ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് ആദിവാസി പുനരധിവാസ പദ്ധതി പ്രകാരം വിതരണം ചെയ്യുവാൻ കണ്ടെത്തിയ ഭൂമിയിലെന്നും നേതാക്കൾ. ആദിവാസികൾക്ക് വിതരണം ചെയ്യുവാനുള്ള ഭൂമി എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യണമെന്നും ആവശ്യം. വണ്ണപ്പുറം കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ നിന്നും യുവാവ് കൊക്കയിലേക്ക് വീണു. അപകടത്തിൽപ്പെട്ടത് ചീങ്കൽ സിറ്റി കൂവപ്പുറം അറക്കത്തോട്ടത്തിൽ സാംസൺ ജോർജ്. തൊടുപുഴ ഫയർഫോഴ്സ് എത്തി യുവാവിനെ രക്ഷപ്പെടുത്തി.
ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനിവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.